കർക്കിടക രാശിക്കാർക്ക് മെയ് 12 മുതൽ 18 വരെയുള്ള ആഴ്ചയിലെ ഫലം നമുക്ക് നോക്കാം. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ഈ ഒരാഴ്ച പൊതുവിൽ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യത കർക്കിടക രാശിക്കാർക്കുണ്ട്. ചില കാര്യങ്ങളിൽ കർക്കിടക രാശിക്കാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടാമെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും. ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും അതിലൂടെ ചെയ്യുന്ന ജോലികൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. അതിലൂടെ ഒരു പക്ഷേ പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പുതിയ പദ്ധതികളൊക്കെ തന്നെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരാം. നമ്മുടെ ഒരു കഠിനാധ്വാനവും സമർപ്പണ മനോഭാവം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ ലഭിക്കുന്നത്. അത് മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒപ്പം സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ കൂടി ശ്രമിക്കണം. സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് സാമ്പത്തികം. കർക്കിടക രാശിയിലുള്ളവർ ഈ ഒരാഴ്ച, അതായത് മെയ് 12 മുതൽ മെയ് 18 വരെയുള്ള ആഴ്ചയിൽ കർക്കിടക രാശിക്കാർ സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കണം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ആലോചിക്കണം. ഒരാവർത്തി ഒന്ന് ആലോചിക്കുക. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് തന്നെ സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിക്കുള്ള കർക്കിടക രാശിക്കാർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കണം. അതുണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം. കുടുംബക്കാരുടെ വീട്ടിലെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ചെറുമക്കൾ, ഇങ്ങനെ അവരുടെയൊക്കെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പിന്തുണ കൊടുക്കേണ്ട സമയമാണ്. നമ്മൾ പിന്തുണ നൽകണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷെ അത് പരമാവധി പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയാൻ ശ്രമിക്കരുത്. അന്നേ ദിവസം തന്നെ ഇതൊക്കെ തന്നെ നമ്മൾ ആരുമായിട്ടാണ് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, അത് നമ്മൾ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കർക്കിടക രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ഒരു ശ്രദ്ധ വേണ്ട ഒരു സാഹചര്യമാണ്. ഒരു ആഴ്ചയാണിത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഭക്ഷണക്രമത്തിൽ ഒക്കെ തന്നെ ശ്രദ്ധിക്കണം. നന്നായിട്ട് വിശ്രമിക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം യോഗയും ധ്യാനവും ഒക്കെ തന്നെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാനസികാരോഗ്യമൊക്കെ തന്നെ നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കും. നന്നായിട്ട് ആളുകളോട് സംസാരിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വര ധ്യാനം, ജപം ഒക്കെ തന്നെ മുടക്കാതെ കൊണ്ടുപോകുക, ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടാകുക. ഓക്കെ. കർക്കിടക രാശിക്കാരുടെ പ്രണയജീവിതത്തിൽ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം. പങ്കാളികളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവിൽ കർക്കിടക രാശിക്കാർ ഈ ഒരാഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഏറ്റവും ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറാൻ ശ്രമിക്കുക. രണ്ടാമത്, സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. 3, ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം നൽകണം. നാലാമതായിട്ട് എടുത്തു പറയേണ്ടത് കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. ഒപ്പം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരാവർത്തി, രണ്ടാവർത്തി ഒക്കെ തന്നെ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് ഈ ഒരാഴ്ച നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന്, സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.